Hi dear students, welcome back to Professional Business Skills. Professional Business Skillsന്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ഡാറ്റ അനലിസ്റ്റും അതുപോലെ തന്നെ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും എല്ലാം ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഓർഗനൈസേഷന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ആ ബെറ്റർ ഡിസിഷനിലൂടെ ബെറ്റർ സ്ട്രാറ്റജീസിലൂടെ ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസിലൊക്കെ എഫിഷ്യൻസി കൊണ്ടുവരാനും അതിൽ റവന്യൂവിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനും അല്ലെ ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷൻ നേടിയെടുക്കാൻ നമുക്ക് ഈ ഒരു ഡാറ്റ അനാലിസിസ് സാധിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കറെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ് ഈ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ. ഈ മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഡാറ്റ അനാലിസിസ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സും ടൂൾസും ഉപയോഗിക്കുന്നുണ്ട്. ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സും ടൂൾസുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടൂൾസിലും ഇത്തരത്തിലുള്ള അനാലിസിസ് ടൂൾസിലുമെല്ലാം ഡാറ്റ അനലിസ്റ്റിനും ഡിസിഷൻ മേക്കർക്കുമെല്ലാം നല്ല നോളജ് ആവശ്യമാണ്, നല്ല സ്കിൽസ് ആവശ്യമാണ്. നല്ല നോളജും നല്ല സ്കിൽസും ഈ ഏരിയകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇത്തരത്തിൽ നല്ല ടൂൾസുകളും നല്ല നോളജുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കസ്റ്റമേഴ്സുമായി നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനും കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമാണ് ബിസിനസ് ഓർഗനൈസേഷൻ ആ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനും അവരുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് ഡെലിവർ ചെയ്യാനും നമ്മുടെ മാർക്കറ്റിംഗ് നമുക്ക് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എനിവേ ഒരു ഡിസിഷൻ മേക്കറെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. ഒന്ന് ഡാറ്റ, ഒന്ന് ഇൻഫർമേഷൻ, മറ്റൊന്ന് നോളജ്. എന്താണ് ഡാറ്റ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഒന്നും ഇല്ലാത്ത റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഐറ്റംസ് അബൌട്ട് തിങ്സ്, ഇവന്റ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, ക്ലാസിഫൈഡ് ആൻഡ് സ്റ്റോർഡ് ബട്ട് ആർ നോട്ട് ഓർഗനൈസ്ഡ് ടു കൺവേ എനി സ്പെസിഫിക് മീനിങ്. ഡാറ്റ ഐറ്റംസ് ക്യാൻ ബി ന്യൂമറിക്, ആൽഫ ന്യൂമറിക്, ഫിഗേഴ്സ്, സൗണ്ട്സ് ഓർ ഇമേജസ്. ദെൻ ഇൻഫർമേഷൻ, ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആക്കി മാറ്റുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ദാറ്റ് ഹാവ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ എ മാനർ ദാറ്റ് ഗീവ്സ് ദ മീനിങ് ഫോർ ദ റെസിപ്പിയൻ. ആ റെസിപ്പിയന്റിന് അതിൽ നിന്നൊരു മീനിങ് കണ്ടെത്താൻ സാധിക്കും. അപ്ലിക്കേഷൻ പ്രോസസ്സസ് ദാറ്റ് ഡാറ്റ ഐറ്റംസ് സോ ദാറ്റ് ദ റിസൾട്ട്സ് ആർ മീനിങ് ഫുൾ ഫോർ ആൻ ഇൻറ്റൻഡഡ് ആക്ഷൻ ഓർ ഡിസിഷൻ. ഈ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ആക്ഷൻ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയും, ഒരു ഡിസിഷൻ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയും. ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം, ആ കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അതിന് എന്തുണ്ടായിരിക്കണം, അതിനൊരു മീനിങ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ മീനിങ് ഉള്ള ഒരു കണ്ടന്റിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നോളജ് എന്ന് പറഞ്ഞാൽ ഡാറ്റയും ഇൻഫർമേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. അത് നോളജ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ഐറ്റംസ് ആൻഡ് ഓർ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ ഐറ്റംസ് ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് നോളജ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ പ്രോസസ്ഡ് ടു കൺവേ അണ്ടർസ്റ്റാൻഡിങ്, എക്സ്പീരിയൻസ്, അക്യുമുലേറ്റഡ് ലേണിംഗ് ആൻഡ് എക്സ്പെർട്ടൈസ് ദാറ്റ് ആർ അപ്ലിക്കബിൾ ടു എ കറന്റ് പ്രോബ്ലം ഓർ ആക്ടിവിറ്റി. ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ചില എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡാറ്റയും ഇൻഫർമേഷൻസും എല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോളജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ മെമ്മറിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്യാറില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യും. എന്തിനു വേണ്ടി? ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പ്രസന്റിലോ എന്തെങ്കിലും ആക്ടിവിറ്റീസോ പ്രോബ്ലംസോ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് അപ്ലൈ ചെയ്യാം എന്നുള്ള ലെവലിൽ നമ്മളത് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റ ഓർ ഇൻഫർമേഷൻ അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ മീനിങ് ലെസ് ആയിട്ടുള്ള ഒന്നാണ്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കണ്ടന്റാണ്. ഇത്തരത്തിൽ മീനിങ് ലെസ് ആയിട്ടുള്ളതോ മീനിങ് ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളോ നമ്മൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രസന്റിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. സോ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ.
ഈ 3 കാര്യങ്ങൾ കൂടെ ഉൾക്കൊണ്ടിട്ടാണ് ഒരു ഡിസിഷൻ മേക്കർ എന്ത് ചെയ്യേണ്ടത്, ഡിസിഷൻ എടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ. ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 സോഴ്സസ് ആണ് പറയുന്നത്, ഇന്റേണൽ ഡാറ്റയും എക്സ്റ്റേണൽ ഡാറ്റയും. ഇന്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈവറ്റ് ഡാറ്റ ദാറ്റ് ഓർഗനൈസേഷൻ ഓൺസ്, കൺട്രോൾസ് ഓർ കളക്ട്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്, അതായത് ഒരു ഓർഗനൈസേഷൻ സ്വന്തമാക്കി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ, അതിനെയാണ് ഇന്റേണൽ ഡാറ്റ എന്ന് പറയുന്നത്. ദ സെയിൽസ് ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്റേണൽ ഡാറ്റ. ഒരു ഓർഗനൈസേഷന്റെ സെയിൽസ് ഡാറ്റ അത് ആ ഓർഗനൈസേഷന് സ്വന്തമായിട്ടുള്ള ഡാറ്റയാണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഡാറ്റ അത് ഓർഗനൈസേഷന്റെ സ്വന്തമായിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ അതൊക്കെ ഇന്റേണൽ ഡാറ്റയാണ്. ഇന്റേണൽ ഡാറ്റ ക്യാൻ എയ്തർ പ്രൈമറി ഓർ സെക്കൻഡറി. ഇന്റേണൽ ഡാറ്റ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് പ്രൈമറി ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ആയിരിക്കാം. എന്താണ് പ്രൈമറി ഡാറ്റ എന്നുള്ളതും എന്താണ് സെക്കൻഡറി ഡാറ്റ എന്നുള്ളതും നമ്മൾ വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റേണൽ ഡാറ്റ അതിന്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അതിന്റെ സോഴ്സസ് പറയുന്നുണ്ട്. അക്കൗണ്ടിങ് റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സ് റിപ്പോർട്ട്സുകളാവാം, ഇന്റേണൽ എക്സ്പേർട്സുകളാവാം, മിസ്ലേനിയസ് റിപ്പോർട്ട്സുകളാവാം. ഇത്തരത്തിലുള്ള സോഴ്സുകളിൽ നോക്കി ഇന്റേണൽ ഡാറ്റ നമുക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഓൺ ചെയ്യുന്ന, ആ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്ന, ആ ഓർഗനൈസേഷന്റെ കൺട്രോളിൽ ഉള്ള ഡാറ്റയാണ് ഇന്റേണൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഡാറ്റ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡാറ്റയാണ്. These are many sources of external data. They range from commercial database to data collected by sensors and satellites. Data are available on CDs and DVDs, on the internet, as films and photographs, and as music or videos or voices. Government reports and files area major source of external data, most of which are available on the web today. External data എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് പുറത്ത് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് എക്സ്റ്റേണൽ ഡാറ്റ ആയിട്ട് പറയുന്നത്. അത് കൊമേഴ്ഷ്യൽ ഡാറ്റാ ബേസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സെൻസേഴ്സിലൂടെ നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ളതാവാം, സാറ്റലൈറ്റ്സിലൂടെ കളക്ട് ചെയ്തിട്ടുള്ളതാവാം, CD-യിൽ അവൈലബിൾ ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഗവൺമെന്റിന്റെ ഒക്കെ റിപ്പോർട്ട്സുകൾ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പബ്ലിക്കായിട്ട് വെബ്സൈറ്റുകളിലും മറ്റും അവൈലബിൾ ആണ്. ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡാറ്റയുടെ എക്സാമ്പിൾസ് അത് കിട്ടുന്ന സോഴ്സുകളാണ്. ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഉണ്ട്, നോൺ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ആണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ, പബ്ലിക്കേഷൻസ് നമുക്ക് സൈറ്റുകളിൽ, ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ കോട്ടൺ മിൽ അസോസിയേഷൻ അവരുടെ പബ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ, അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ ഡിഫറെന്റ് മിൽസ് ലൈക്ക് വൂളൻ മിൽ, ടെക്സ്റ്റൈൽസ് മിൽസ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റ് കമ്പനീസും സെക്ടറുകളിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഡാറ്റകളുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു എക്സ്റ്റേണൽ ഡാറ്റ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഡാറ്റ ഉണ്ട്, എക്സ്റ്റേണൽ ഡാറ്റ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസിഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ആക്ച്വലി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ 2 ടൈപ്പ് ഡാറ്റയുണ്ട്. ആ 2 ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈപ്പിനും ഓരോ മെത്തേഡ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്തൊക്കെ ടൈപ്പാണ് എന്നുള്ളത് നോക്കാം. പ്രൈമറി ഡാറ്റയും ഉണ്ട്, സെക്കൻഡറി ഡാറ്റയും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്ക് ഇന്റേണൽ ഡാറ്റ പ്രൈമറി ഡാറ്റയും ഉണ്ടാവാം, സെക്കൻഡറി ഡാറ്റയും ഉണ്ടാവാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ, പ്രൈമറി ഡാറ്റ ആർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ദി സർവേയർ. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഡാറ്റ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈമറി ഡാറ്റയാണ്. നമ്മൾ ഇന്റർവ്യൂവിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റനെയറിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു അല്ലെ, ഇങ്ങനെ രീതി, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നേരിട്ട് പോയിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതെന്താണ്, പ്രൈമറി ഡാറ്റയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്, നമ്മളാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പോയി കളക്ട് ചെയ്യുകയാണ്. ദ ഡാറ്റ സോ കോൾഡ് ആർ പ്യുവർ ആൻഡ് ഒറിജിനൽ ആൻഡ് കളക്റ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ എന്തായിരിക്കും, പ്യുവർ ആയിരിക്കും, നല്ല വ്യക്തമായിട്ടുള്ള ഡാറ്റ ആയിരിക്കും, ഒറിജിനൽ ഡാറ്റ ആയിരിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റ ആയിരിക്കും. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് പോയിട്ട് ക്വസ്റ്റനെയർ നൽകിയിട്ടോ ഇന്റർവ്യൂവിലൂടെയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്ന് പറയുന്നത്. മറ്റൊന്ന് സെക്കൻഡറി ഡാറ്റ ആണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓൾറെഡി കളക്റ്റഡ്.
അത് ഓൾറെഡി കളക്റ്റഡ് ആണ് അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ പറഞ്ഞു അല്ലെ, അതൊക്കെ ഓൾറെഡി കളക്ട് ചെയ്തിട്ട് ആരൊക്കെയോ കളക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവർക്കും അവൈലബിൾ ആണ്. എന്നാൽ പ്രൈമറി ഡാറ്റയോ നമുക്ക് മാത്രമാണ് അവൈലബിൾ, നമ്മളാണ് പോയിട്ട് അത് കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ചില ഓർഗനൈസേഷൻസോ ഇൻഡിവിജ്വൽസോ ഓൾറെഡി കളക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റകളെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ ആവാം, അല്ലെങ്കിൽ കളക്ഷൻ ബൈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിലൂടെ ആവാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടാവാം, ടെലിഫോണിക് ഇൻവെസ്റ്റിഗേഷൻ, ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ ആവാം. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആവാം, അതായത് നമ്മൾ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് പോയിട്ട് ഓരോ മാർക്കറ്റിലും പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് നമുക്ക് ചെറിയ സ്മോൾ പ്രൊജക്ട്സുകൾക്കൊക്കെ ഇത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. മറ്റൊന്ന് പറയുന്നത് കളക്ഷൻ ബൈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ആ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് റിപ്പോർട്ടുകൾ നൽകുകയാണ്. മറ്റൊന്ന് പറയുന്നത് ക്വസ്റ്റ്യനേഴ്സ് ആണ്. ക്വസ്റ്റ്യനർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് ആ ക്വസ്റ്റ്യനർ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ റെസ്പോണ്ടൻസ് നൽകുകയാണ്. നമുക്ക് ആയിരുന്നാണ് ഡാറ്റ വേണ്ടത്, ആ ഡാറ്റ വേണ്ട ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്വസ്റ്റ്യനേഴ്സ് നൽകുന്നു, അവരത് ഫില്ല് ചെയ്ത് നൽകുന്നു. നാലാമത് പറയുന്നത് ടെലിഫോണിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ആരിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു, ഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡായിട്ട് പറയാവുന്നതാണ്. സെക്കൻഡറി മെത്തേഡ്സ് ആണ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഗസറ്റുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റയുടെ ഒരു സോഴ്സ് ആയിട്ട്, ഒരു മെത്തേഡായിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റ പബ്ലിഷ്ഡ് ബൈ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് അസോസിയേഷൻ ആൻഡ് ബോർഡ്സ്, അതും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ജേർണൽസ്, മാഗസിൻസ്, ടെക്നിക്കൽ പബ്ലിക്കേഷൻസ്, ഇതൊക്കെ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇന്റർനെറ്റ് ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ വെബ്സൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അവരുടെ വെബ്സൈറ്റിലും മറ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റ ആയിട്ട് പറയാവുന്നതാണ്, അതിൻ്റെ മെത്തേഡ്സ് ആയിട്ട് പറയാവുന്നതാണ്. സോ ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ, അതിൽ ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ് എന്തെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്റേണൽ ഡാറ്റയും എക്സ്റ്റേണൽ ഡാറ്റയും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡാറ്റ കളക്ഷൻ ആണ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. അതിൽ ടൈപ്പ് ഓഫ് ഡാറ്റ പറഞ്ഞു, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.